അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സംഭവം എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. എനിക്ക് ഈ സംഭവത്തിന്റെ പേരറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സംഭവം എന്ന് ഇപ്പൊ പറയുന്നത്. അപ്പോൾ ഇത് കൊണ്ടിട്ട് നമ്മൾ സാധാരണ ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ വെക്കേഷനാണ്, കുട്ടികളൊക്കെ വീട്ടിലുണ്ട്, അപ്പൊ അവർക്ക് എന്തെങ്കിലും നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം അല്ലെ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പച്ചക്ക എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കപ്പ ഉണ്ടെങ്കിൽ കപ്പ എടുക്കാം. അപ്പോൾ കപ്പ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങും പച്ചക്കയും എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമേ ഈ ഉരുളക്കിഴങ്ങിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം. അപ്പോൾ ഉരുളക്കിഴങ്ങിന്റെ തൊലിയെല്ലാം ഇങ്ങനെ നമ്മൾ കളഞ്ഞ് എടുത്തു. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുക്കണം. എന്നിട്ട് നമ്മുടെ ഇതിങ്ങനെ വെക്കാം. ഇതില് ഈ ഒരു ഭാഗമുണ്ട്, ഇവിടെ നമുക്ക് ഉരുളക്കിഴങ്ങ് ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ തൊട്ടിപ്പുറത്ത് ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്, ഇവിടെ വെച്ചിട്ട് നമുക്ക് പിള്ളേര് പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കില്ലേ, ലേസ്, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം, ഉരുളക്കിഴങ്ങിന്റെ ചിപ്സ് ഉണ്ടാക്കുവാനായിട്ട്. അപ്പൊ ഞാനിതൊന്ന് ഉരുളക്കിഴങ്ങ് എടുത്തു, ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുവാണ്. കിട്ടും. അപ്പോൾ നമുക്ക് 2-3 ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ കൈ ഒന്ന് ശ്രദ്ധിക്കണേ, കൈ ഇതിൽ കൊള്ളാതെ വേണം ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുക്കുവാനായിട്ട്. ഓക്കെ, ഇതിപ്പോ നല്ല റൗണ്ട് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ലേസ് ഉണ്ടാക്കുവാനായിട്ടുണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ചെറിയൊരു ഈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് നമുക്ക് ഈ ഉരുളക്കിഴങ്ങില് കിട്ടുന്നത്. ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അത് കറക്റ്റ് നമുക്ക് ലേസ് പോലെ, മറ്റേത് നല്ല സോഫ്റ്റ്, എന്താ പറയാ, നല്ല റൗണ്ട് ആയിട്ട് പരന്നിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് എല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് എല്ലാം നമ്മളിങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇതങ്ങോട്ട് ഇനി മാറ്റി വെക്കാം. ഇനി അടുത്തത് ഞാൻ പച്ചക്ക എടുക്കുവാണേ. അതെ, പച്ചക്ക 4 പച്ചക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിന്റെ തൊലി ഒന്ന് കളയാം. അതെ, ഒരു പച്ചക്ക എടുത്തു. ഇതിന്റെ ഈ 2 അറ്റം ഇങ്ങനെ ഒന്ന് കണ്ടിച്ച് എടുക്കണം. ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തു. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ കത്തി കൊണ്ടിട്ട് ഇങ്ങനെ ഒന്ന് വരയണം. ഓക്കെ, അതിനുശേഷം ഏറ്റവും അറ്റത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് പൊളിച്ച് എടുക്കുക. ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുത്ത് ഇതിന്റെ തൊലി നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി എടുക്കാം. ഇങ്ങനെ വളരെ പെട്ടെന്ന് നമുക്കിതിന്റെ തൊലി ഇങ്ങനെ ഒന്ന് കളഞ്ഞ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാ പച്ചക്കയുടെയും തൊലി ഒന്ന് കളയാൻ പോവാം. നമുക്കിനി പച്ചക്കയും സെയിം ഇതുപോലെ ഇങ്ങനെ ഒന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഉരുളക്കിഴങ്ങൊന്ന് വറുത്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചു. ഇനി നന്നായിട്ടൊന്ന് വറുത്ത് നമുക്ക് എടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് അവിടെ ഇരുന്ന് മൊരിയട്ടെ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഇത്രയും ഉപ്പൊന്ന് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം, വളരെ കുറച്ച് വെള്ളം മതി. നന്നായിട്ട് ഇതൊന്ന് ഒരു സ്പൂണ് കൊണ്ടൊന്ന് അലിയിപ്പിച്ച് എടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ നന്നായിട്ട് ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എണ്ണയെന്ന് പൊങ്ങി മാറി വന്നിട്ടുണ്ട്. അതിനർത്ഥം ഇതെല്ലാം ഫ്രൈ ആയെന്നാണ്. ഈ സമയത്ത് നമ്മളിപ്പോൾ ഉപ്പ് കലക്കി വെച്ചില്ലേ, അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എണ്ണയാണ്, ചൂടെണ്ണയാണ്, ഇതിപ്പോൾ പൊട്ടിത്തെറിക്കും. ഞാൻ ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിന്റെ ഉപ്പിട്ടപ്പോൾ അതിന്റെ എല്ലാ വെള്ളവും എണ്ണയിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ
ഉരുളക്കിഴങ്ങ് ഫ്രൈ നമുക്കിനി കോരി മാറ്റാം. കുട്ടികൾക്കൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് വറുത്തെടുത്ത് അതായത് ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പിടുവാണെങ്കിൽ ഇത് തണുത്തു പോകും. കുറെ നാൾ നമുക്കിത് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഓൾറെഡി ഇതിലേക്ക് ഉപ്പിട്ടെടുത്തത്. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് വറുക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ചിപ്സ് വറുക്കുമ്പോഴാണെങ്കിലും ഇനി സെപ്പറേറ്റ് ആയിട്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിനി കുറച്ചുകൂടി ഉരുളക്കിഴങ്ങ് കണ്ട് അതൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടുമ്പോഴേ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ഒരുമിച്ചിടുവാണെങ്കിൽ അതങ്ങ് കട്ട പിടിച്ചു പോവും. അത് പിന്നെ ഒറ്റ കട്ടയായി പോകും. നമുക്കിങ്ങനെ പല ഇതായിട്ട് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് എല്ലാം ഇങ്ങനെ ഒന്ന് വറുത്ത് മാറ്റി. ഇനി നമ്മൾ ഇവിടെ ചിപ്സാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നല്ല ചൂടായി കിടക്കുന്ന എണ്ണ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കപ്പ വറുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വറുക്കണേ, അതിനുശേഷം വേണം ചിപ്സ് വറുക്കുവാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോ ചിപ്സ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ടാലേ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുമായിരിക്കും. അപ്പോൾ അത് ഫ്രൈ ആയി കിട്ടുവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നായിട്ട് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ചിപ്സിന് കുറച്ച് നല്ല ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു മഞ്ഞ കളർ കിട്ടുവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം മതി. ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ചിപ്സ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ കലക്കിയെടുത്തില്ലേ മഞ്ഞളും ഉപ്പും കൂടി, അത് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം. വെള്ളം ഉണ്ടാവും, പൊട്ടിത്തെറിക്കും. അപ്പോൾ വെള്ളമൊക്കെ എണ്ണ വലിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതേ ചിപ്സിന് ചെറിയൊരു മഞ്ഞ കളർ നമുക്ക് കിട്ടും. ഇനി ഇത് ഒന്നുകൂടി ഈ എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ ചിപ്സ് നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ചിപ്സ് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ പ്രാവശ്യമായിട്ട് ഇതിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. കണ്ടോ? അപ്പോൾ നമ്മൾ എല്ലാ ചിപ്സും ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ചിപ്സ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.